ഈസ്റ്ററായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ച് ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് കേട്ടോ. ഇതുപോലെ ഒരു സ്പൂണ് പച്ചരി എടുക്കുക. അത് നല്ല കഴുകി വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചരിക്ക് വരെ നമുക്ക് പച്ചരി പൊടി വേണമെങ്കിൽ എടുക്കുക. ഇനി അതിൻ്റെ ഇരട്ടി തേങ്ങയും കൂടെ ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി അതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. സാധാ വെള്ളം തന്നെ ഒത്തിരി വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് കുറുകിയെടുക്കുക. വെള്ളം കുറഞ്ഞു പോയാൽ നമുക്ക് കുറുകിയെടുക്കുമ്പോൾ ഭയങ്കര കട്ടിയായിപ്പോൾ, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 3-4 ഏലക്ക ചതച്ചതും 1 കപ്പ് പഞ്ചസാര അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓണാക്കി വെച്ച് നല്ലതായിട്ട് കുറുക്കിയെടുക്കുക. അതായത് ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് വയ്ക്കുക. ഇനി ഒരു 2 ഏത്തപ്പഴം കുക്കറിൽ എന്തെങ്കിലും ഇട്ട് പുഴുങ്ങിയെടുക്കുക. ഇനി അത് നല്ലതായിട്ട് ഉടച്ച് അല്പം അരിപ്പൊടിയും കൂടെ ചേർത്ത് ഇതുപോലെ ബോളുകളാക്കി എടുത്ത് നമ്മൾ കുറുക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കട്ടെ. അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു മധുരം റെഡിയായി. നമുക്കിത് ചൂടോടെയും തണുപ്പിച്ചും കഴിക്കാം. തണുപ്പിച്ച് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഐസ്ക്രീം പോലെയൊക്കെ ഇരിക്കും. കുട്ടികൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.